ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നലത്തെ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇന്നലത്തെ റിവ്യൂ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. രേവതി ഹോസ്പിറ്റലിലാണെന്ന് കേട്ട ഉടനെ തന്നെ നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് രേവതിയുടെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് രേവതിക്ക് ഒന്നും സംഭവിക്കരുത് എന്നൊക്കെ പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശരത്ത് കയറി വരുന്നത്. വന്നോടനെ തന്നെ അമ്മ കരയുന്നതാണല്ലോ കാണുന്നത്. അതുകൊണ്ട് തന്നെ അരികിലേക്ക് ചെന്നിട്ട് എന്ത് പറ്റി അമ്മ എന്തിനാ കരയുന്നത് ചോദിക്കുകയാണേ. ആദ്യം ചോദിക്കുമ്പോഴൊന്നും നമ്മുടെ ലക്ഷ്മി മറുപടി ഒന്നും കൊടുക്കാതെ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. വീണ്ടും അമ്മ എന്താ പറ്റിയത്, അമ്മ എന്തിനാ കരയുന്നത് ചോദിക്കുന്ന ഉടനെ തന്നെ നീ എന്താണ് ഇങ്ങനെ, നീ കാരണം ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ ചോദിച്ചും കൊണ്ട് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മാത്രം അമ്മേ ഞാൻ എന്താ ചെയ്തത്, നിന്നെ കൊന്നു കഴിഞ്ഞാലും എന്റെ ദേഷ്യം മാറില്ലടാ. അതിന് മാത്രം അമ്മ ഞാൻ എന്താ ചെയ്തത്, ആന്റണിയുടെ കൂടെ ചുറ്റിക്കറങ്ങരുത് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലോ. ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നീ അവന്റെ കൂടെ ചുറ്റിക്കറങ്ങി കൊണ്ടിരിക്കുകയല്ലായിരുന്നോ, എന്നാ അവൻ ഇപ്പൊ എന്താ ചെയ്തെന്നുള്ള കാര്യം നിനക്ക് അറിയോടാ. അവൻ എന്ത് ചെയ്യാനാണ്, ആന്റണി ചേട്ടൻ ഒന്നും ചെയ്യില്ല, ചുമ്മാ അമ്മ വെറുതെ ഓരോന്ന് പറയണ്ട എന്ന് ശരത്ത് പറയുന്നത് കേൾക്കുമ്പോഴേക്കും വീണ്ടും ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും നിനക്ക് വീട്ടിലുള്ളവരെക്കാളും വലുത് ഇപ്പൊ അവനാണല്ലോ അല്ലേടാ, നീ ഒരാൾ കാരണമല്ലേടാ നമ്മുടെ അച്ഛൻ ഇത്രയും പെട്ടെന്ന് പോയത്. അതുപോരാത്തതിന് ഞങ്ങളെല്ലാവരും നീ കൊല്ലാക്കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഇതിനേക്കാൾ നല്ലത് നീ ഒറ്റടിക്ക് ഞങ്ങളെല്ലാവരും അങ്ങ് കൊന്നു കളയുന്നതാണ്. നീ ഞങ്ങളെല്ലാവരും കൂടി കൊന്നിട്ട് അവന്റെ കൂടെ പോയി ചുറ്റിക്കറങ്ങിക്കോ, അതാണ് നിനക്ക് നല്ലത്. അമ്മേ അതിന് മാത്രം ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച കാര്യം പറ. ആ ആന്റണി രേവതിയെ തള്ളിയിട്ടിട്ട് അവളുടെ തലയ്ക്ക് അടിപ്പെട്ടിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലാണുള്ളത്. അമ്മ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ. ഭയങ്കര ആശ്ചര്യത്തോട് കൂടിയിട്ട് ശരത്ത്, അമ്മ ചേച്ചിക്ക് എന്താ പറ്റിയത്, ചേച്ചി എന്തിനാ പോയിട്ട് ആന്റണി ചേട്ടനെ കണ്ടത്, നിന്നോടുള്ള സ്നേഹം കുറച്ച് കൂടിപ്പോയി, നിനക്കാണെന്നുണ്ടെങ്കിൽ ചീത്തശീലമൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടല്ലോ, നീ വലിയ മനുഷ്യനായി പോയില്ലേ, സിഗരറ്റ് ഒക്കെ വലിക്കാൻ വേണ്ടി തുടങ്ങിയല്ലോ, ആ ആന്റണി കാരണമാണ് നീ ഇങ്ങനെയൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് അത് ചോദിക്കാൻ വേണ്ടി പോയതാണ് രേവതി. ആന്റണി ആണെങ്കിൽ രേവതിയെ പിടിച്ച് തള്ളിയിട്ട് അവളുടെ തല ചെന്നിട്ട് ഇടിച്ച് അവളുടെ തലയിൽ നിന്ന് രക്തം വന്നു. എന്തിനാണ് നീ ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, ചേച്ചിക്ക് ഇപ്പോ എങ്ങനെയുണ്ടെന്ന് ശരത്ത് ചോദിക്കുമ്പോ ഓ ഇപ്പൊ നിനക്ക് നല്ല സ്നേഹം തോന്നുന്നുണ്ടല്ലേ, നിന്റെ അടുത്ത് അവന്റെ കൂടെ ചേരരുതെന്നുള്ള കാര്യം എത്ര തവണ പറഞ്ഞതാ ഞങ്ങള്, എന്നാ നീ അത് കേട്ടോ. അന്ന് സച്ചിമോ നിന്റെ കൈ ഒടിച്ചപ്പോ എനിക്ക് അവനോട് കുറച്ച് ദേഷ്യം തോന്നി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തായാലും സച്ചി ചെയ്ത കാര്യം അന്ന് നല്ലതായിരുന്നു എന്ന്. ഇത് നോക്ക് ശരത്തെ, രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും നോക്കി. അത് പറഞ്ഞ് അങ്ങ് തിരിഞ്ഞിരുന്നുകൊണ്ട് ലക്ഷ്മി ദേവുവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഉടനെ തന്നെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ശരത്ത് ആ സമയമാകുമ്പോഴേക്കും അവിടുന്ന് ഇറങ്ങി പോവുകയാണേ. ശരത്ത് നേരെ ചെല്ലുന്നത് ആന്റണിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ആന്റണിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചി നന്നായിട്ട് കൈ പിടിച്ച് തിരിച്ചതുകൊണ്ട് തന്നെ വേദന കൊണ്ട് പൊളഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ആ കാര്യം കണ്ടുകൊണ്ടാണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശരത്ത് വന്ന ഉടനെ തന്നെ കണ്ടില്ലേ ശരത്തെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്, നിന്റെ ചേച്ചിയുടെ ഭർത്താവായി പോയി, അല്ലെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്യായിരുന്നോ, ഇതോട് കൂടിയിട്ട് സച്ചേട്ടൻ വിട്ടു എന്ന് കരുതിയിട്ട് സമാധാനിച്ചിരുന്നോ, നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ആന്റണിയും അതുപോലെ തന്നെ കൂടെ ഉള്ളവരും ചോദിക്കുന്നുണ്ട്. ഇത് നോക്ക് ആന്റണി ചേട്ടാ, ഇതുവരെ ഞാൻ ആന്റണി ചേട്ടനെ എവിടെയും വിട്ടുകൊടുത്തിട്ടില്ല. എന്റെ അമ്മയും അതുപോലെ ചേച്ചിയൊക്കെ പറഞ്ഞപ്പോഴും ആന്റണി ചേട്ടനാണ് പ്രധാനം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാ ഇന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലേ. ഇത് കേട്ടിട്ട് ആന്റണി ചോദിക്കുന്നുണ്ട് ഞാൻ എന്താടാ ചെയ്തത് എന്ന്. ഞാനല്ലടാ ഒന്നും ചെയ്തത്, നിന്റെ സച്ചിയേട്ടനാണ്. മതി നിർത്തിക്കോ, എന്റെ ചേച്ചിയെ നിങ്ങൾ തള്ളിയിട്ടില്ലേ, എന്നിട്ട് ചേച്ചിയുടെ തലയ്ക്ക് അടിപെട്ടിട്ട് രക്തം വന്നു, അത് ശരത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റണി ഉരുണ്ട് കളിക്കുവാണേ. മതി, ഇനി എന്താ നിങ്ങൾ അതില്ല എന്നുള്ള കാര്യമാണോ പറയാൻ വേണ്ടി പോകുന്നത്. ഇല്ല ശരത്തെ, ഞാൻ ഇല്ല എന്ന് പറയില്ല. നിന്റെ ചേച്ചി കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു എന്ന് കരുതിയിട്ട് എന്റെ ചേച്ചിയെ നിങ്ങൾ താഴെ തള്ളിയിടുവോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ അടുത്തായിരുന്നു പറയേണ്ടിയിരുന്നത്, അല്ലാതെ ചേച്ചി അങ്ങനെയാണോ ചെയ്യുന്നത്. ഇത് നോക്ക് ആന്റണി ചേട്ടാ, നിങ്ങൾ എന്റെ ഫ്രണ്ട് ആയിരിക്കും എന്ന് കരുതിയിട്ട് എന്റെ ചേച്ചിയെ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതൊന്നും നോക്കിയിട്ട് ഞാൻ ചുമ്മാതിരിക്കുന്നു വിചാരിക്കണ്ട. എന്നെ ചെറുപ്പം മുതലേ വളർത്തി വലുതാക്കിയത് എന്റെ ചേച്ചിയാണ്. നീ തെറ്റ് ചെയ്യാന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടും എന്റെ കുടുംബം നന്നാകും, കുടുംബത്തിനൊരു താങ്ങാവെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാന് എല്ലാം അറിഞ്ഞിട്ടും നിന്റെ കൂടെ ജോലി ചെയ്തത്. എന്റെ ചേച്ചിയോട് ഈ കാര്യം ചെയ്തത് വേറെ വല്ലവനും ആയിരുന്നെങ്കിൽ ഞാൻ ചുമ്മാ വിടില്ലായിരുന്നു. ആന്റണി ചേട്ടനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ സമാധാനമായിട്ട് നിൽക്കുന്നത്. എന്തായാലും എന്റെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ മാപ്പ് ചോദിക്കണം. ഞാൻ എന്തിനാണ് നിന്റെ ചേച്ചിയുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കുന്നത്, ഞാനല്ലല്ലോ നിന്റെ ചേച്ചിയെ പോയിട്ട് തേടി പിടിച്ചിട്ട് അടിച്ചത്, അവളല്ലേ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. എന്റെ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ കൂടുതലായിട്ട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചുമ്മാ ഇരിക്കുന്നതാണോ വിചാരിച്ചത്. ഇത്രയും നാള് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും പറയാണ്ടിരുന്നത്, അതും നിന്റെ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിട്ടത്. ഇല്ലെങ്കിലെന്ന് പറയുമ്പോ ഇല്ലെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്യാനായിരുന്നുടാ, അതിനു വേണ്ടിയിട്ടല്ലേ സച്ചേട്ടന്റെ കയ്യിൽ നിന്ന് നീയൊക്കെ മേടിച്ചു കൂട്ടിയത്. മര്യാദയ്ക്ക് എന്റെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് സോറി പറയണം, ഇല്ലെങ്കിൽ ഇതോടുകൂടി ഈ നിമിഷത്തോടു കൂടി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കും.
ഇല്ല, ഞാൻ ഒരിക്കലും വന്ന് സോറി ചോദിക്കില്ല എന്ന് തന്നെയാണ് ആന്റണി പറയുന്നത്. അപ്പോ എനിക്ക് വേണ്ടിയിട്ട് ഇതുപോലും ചെയ്യില്ലേ? നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്നാ ശരി, നീ എപ്പോഴാണോ എന്റെ ചേച്ചിയെ അടിച്ചത് അതോടുകൂടിയിട്ട് നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. ഇനി ഞാൻ ഒരിക്കലും നിന്നെ തേടി വരില്ല, നീ ഒരിക്കലും എന്നെ തേടി വരാനും പാടില്ല എന്ന് പറഞ്ഞ് ശരത്ത് പോകുന്ന സമയത്ത് ശരത്തെ എന്ന് പറഞ്ഞിട്ട് ആന്റണിയുടെ കൂടെയുള്ളവന്മാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആന്റണി പറയുന്നുണ്ട്, വിട്ടേകട, അവൻ പോട്ടെ, അവന്റെ ചേച്ചിയോടുള്ള സ്നേഹം തുളുമ്പുന്നതാണ്. ഇനി എന്തായാലും അവൻ നമ്മൾ പറയുന്നതൊന്നും കേൾക്കില്ല. ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. രേവതിക്ക് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ചിലപ്പം ഇങ്ങനെ തലയ്ക്ക് അടിപെട്ടതുകൊണ്ട് ഫീവർ വരാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം, 3 hours എന്തായാലും ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമോ എന്ന് പറയണ്ടേ. ശരിയെന്ന് പറഞ്ഞ് ഡോക്ടറിന്റെ മുറിയിൽ നിന്നും സച്ചിയും രേവതിയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടേ. എന്തായാലും നന്നായി, ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ വിചാരിച്ചു നിനക്ക് എന്തോ വലുത് സംഭവിച്ചു എന്നുള്ള കാര്യം. അത് ശരിയാണ്, കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ സച്ചിയേട്ടന് പനി വന്നേനെ. എന്താ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നീ എന്നെ കളിയാക്കുവാണോ? ശരി, നീ എന്തായാലും ഇവിടെ ഇരിക്കേ, ഞാൻ പോയിട്ട് നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരാ എന്ന് പറഞ്ഞ് സച്ചി അവിടെ രേവതിയെ ഇരുത്തിയിട്ട് പോകുന്നുണ്ട്. രേവതി അവിടെ ഇരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയും അതുപോലെ ദേവും ശരത്തും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. രേവതി എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ലക്ഷ്മി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുമ്പോ അമ്മ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ചേച്ചി തലയിൽ കെട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്നുമില്ലടി, ചെറിയൊരു മുറിവ് മാത്രമാണ്. അമ്മയൊന്നും ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല, അതിന് മാത്രം എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അമ്മ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കേണ്ടെന്ന് പറയണേ. ചേച്ചി എന്തിനാ തനിയെ അവനെ കാണാൻ വേണ്ടി പോയത്? എന്നെ കൂടെ വിളിച്ചൂടായിരുന്നോ എന്ന് ദേവ് ചോദിക്കുന്നുണ്ട്. എന്താ ആ ആന്റണി മോളെ പിടിച്ചിട്ട് തള്ളിയോ? എന്നിട്ട് നിനക്ക് തലയ്ക്ക് അടിപെട്ട എന്നുള്ള കാര്യമൊക്കെ സച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു. അവനല്ലെങ്കിലും ഒരിക്കലും ഗതി പിടിക്കില്ല, അവന്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അവനെ പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ദേവ് ചോദിക്കുന്നത്, ചേച്ചി നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്റെ പേര് പോയിട്ട് കംപ്ലൈന്റ് കൊടുത്താലോ എന്നാണ്. അതൊന്നും വേണ്ട, സച്ചിയേട്ടൻ തന്നെ അവൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ശരത്തിനെ നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോ ശരത്തിന് ഇങ്ങനെ തലകുനിച്ച് നിൽക്കല്ലാണ്ട് തല പൊക്കാൻ വേണ്ടി പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ്. സച്ചിയേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന് അവനിപ്പോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇരിക്കുന്നുണ്ടാകും. ഇതെല്ലാം കേട്ട ഉടനെ തന്നെ ലക്ഷ്മിക്ക് നല്ല ദേഷ്യം വരികയും ശരത്തെ എല്ലാം നീ ഒറ്റൊരുത്തം കാരണമാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ടും ലക്ഷ്മി നന്നായിട്ട് അടിക്കുന്നുണ്ട് ശരത്തിനെ. പക്ഷേ രേവതി പിടിച്ചു മാറ്റുവാണ്. തുടർന്ന് ദേവ് പറയുന്നത്, നീയല്ലടാ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ചുറ്റി കറങ്ങി നടന്നത്. ഇപ്പൊ അവൻ എന്ത് പണിയാ ചെയ്തെന്നുള്ള കാര്യം കണ്ടില്ലെന്ന് ചോദിച്ചിട്ട് ദേവും അടിക്കാണ്. അവളെയും പിടിച്ചിട്ട് മാറ്റുവാണ് കേട്ടോ നമ്മുടെ രേവതി. ഇനിയിപ്പോ അവനെ അടിച്ചിട്ട് എന്താ മോളെ കാര്യമുള്ളത്? ഇവൻ ഒറ്റൊരുത്തം കാരണം നമ്മുടെ വീട്ടിൽ ഇനി എന്തൊക്കെയാ പ്രശ്നം വരാൻ വേണ്ടി പോകുന്നതെന്ന് അറിയില്ല. ആ പെറുക്കിയുടെ പോലെ ചുറ്റി കറങ്ങിയിട്ട് ഇപ്പൊ സംഭവിച്ചതൊക്കെ കണ്ടില്ലേ? ഇനിയിപ്പോ ഇവൻ കാരണം ഞാനായിരിക്കും ചാവാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ ലക്ഷ്മി പറയണേ. അപ്പോഴേക്കും സച്ചി ഇതെല്ലാം കേട്ടിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ഒന്നും മിണ്ടാതിരിക്കുന്ന രേവതി പറയാണ്. എടാ, ഞങ്ങൾ പറഞ്ഞപ്പോ തന്നെ അവന്റെ കൂടെയുള്ള ആ സഹവാസം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കായിരുന്നോ? ഇനിയും നിനക്ക് അവനെ കുറിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ നീയൊക്കെ കോളേജിൽ പോയി പഠിക്കുന്നത് വെറുതെയാണടാ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ് നല്ല ചീത്ത വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ശരത്തിന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് കേട്ടോ. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. ചേച്ചി എന്തിനാണ് അവനെ കാണാൻ വേണ്ടി പോയത്? ചേച്ചിക്ക് വേദനിക്കുന്നുണ്ടോ ചോദിക്കുമ്പോ ഇല്ലടാ, നീ അവന്റെ കൂടെ ചുറ്റിക്കറങ്ങിയിട്ട് ചീത്ത സഹവാസമൊക്കെ നിനക്ക് തുടങ്ങിയിട്ടുണ്ട്. നീ അവനുമായിട്ട് കൂട്ട് തുടങ്ങിയ ഉടനെ തന്നെയാണ് അച്ഛനെ നമുക്ക് നഷ്ടമായത്. നിനക്കും എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഭയമുണ്ട് ശരത്തെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് രേവതി കരഞ്ഞോണ്ടിരിക്കുവാണേ. നീ പഠിച്ച് നന്നായിട്ട് ദേവുവിനും അതുപോലെ തന്നെ അമ്മയെ നോക്കുന്നു വിചാരിച്ച് ആ വിശ്വാസത്തോട് കൂടിയിട്ടല്ലേടാ ഞാൻ കല്യാണം കഴിച്ചിട്ട് പോയത്. നീ തന്നെ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോടാ? നീ തന്നെ പറ. എടാ, താഴെത്തട്ടുള്ള കുടുംബത്തിന് മുന്നേറി വരാൻ വേണ്ടിയിട്ട് എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം നിനക്കറിയോ? നല്ല പഠിപ്പും നല്ല ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ വേണ്ടി പറ്റും. എന്നാൽ ചീത്ത ആൾക്കാരുമായിട്ട് ചേർന്നിട്ട് സിഗരറ്റ് വലി കൂടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് അത് നാശത്തിലേക്കല്ലേടാ പോവുള്ളൂ. എടാ, ഞങ്ങൾ നിന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്തല്ലേ ഇതൊക്കെ പറയുന്നത്. സച്ചേട്ടന് നിന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും ഒരുപാട് സ്നേഹമുണ്ട്. നിന്റെ ചീത്ത ശീലങ്ങൾ കാരണം മാത്രമാണ് സച്ചേട്ടൻ നിന്നെ ചീത്ത വിളിക്കുന്നത്. ഇതെല്ലാം നീ ശരത്തെ ഒന്ന് മനസ്സിലാക്കണമെന്ന് ഭയങ്കര സങ്കടത്തോടു കൂടി രേവതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചേച്ചി സോറി ചേച്ചിക്ക് ഞാൻ കാരണമാണ് ഈ അവസ്ഥ വന്നത്. ഒരിക്കലും ആ ആന്റണി ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല ചേച്ചി പറഞ്ഞ സമയത്ത് ഞാൻ കേൾക്കണമായിരുന്നു. എല്ലാം എന്റെ തെറ്റാണ് ചേച്ചി. ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവന്റെ കൂടെ പഴകിയത്. എന്നാ ചേച്ചിയും അമ്മയും അതുപോലെ ദൈവവും കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലോകത്ത് മറ്റെന്തോ ഉള്ളൂ. ചേച്ചി, ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചിന്റെ പഠിപ്പ് നിർത്തിയത്. അതൊന്നും ചേച്ചി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാന് അവന്റെ കൂടെ ജോലിക്ക് പോയത് സമ്പാദിച്ചിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബം മുന്നോട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്നുള്ള കാര്യം ഒരിക്കലും വിചാരിക്കരുത്. നേർമയോട് കൂട്ടിയിട്ട് നമ്മൾ അധ്വാനിക്കണം. അങ്ങനെ ഉണ്ടാക്കിയ പണം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം മാത്രമേ നമ്മുടെ ശരീരത്തിന് പിടിക്കുള്ളൂ. നീ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല ജോലി ചെയ്തു കഴിഞ്ഞാൽ അത് മാത്രം മതി ഞങ്ങൾക്ക്. ശരി ചേച്ചി, അതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം. ചേച്ചി ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അനുസരിക്കും. ഞാൻ ഇനി ഒരിക്കലും ആന്റണിയുമായിട്ട് ഒരു ബന്ധത്തിനും പോവില്ല. അവനെ നന്നായിട്ട് ചീത്ത വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഒരിക്കലും ഞാൻ അവന്റെ അടുത്തേക്ക് പോവില്ല ചേച്ചി.
ശരത് അങ്ങനെ പറയുന്നത് സച്ചിയും മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. സച്ചിക്കും ചെറിയൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. രേവതിക്കും അതുപോലെ തന്നെ ദേവുനും ലക്ഷ്മിക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. ശരത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, ശരത്തെ നിന്റെ ഈ ഒരു വാക്ക് മാത്രം മതി, നീ നല്ല പയ്യനാണ്, നന്നായിട്ട് പഠിച്ചിട്ട് മുന്നേറി വരണം. ഇപ്പോഴെങ്കിലും നിനക്ക് എന്തായാലും ബുദ്ധി തോന്നിയല്ലോ. ഇപ്പോഴും ഇവന് ബുദ്ധി വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവനെ അടിച്ച് പുറത്താക്കിയാനെന്ന് ദേവു. എനിക്കിങ്ങനെ അടിപ്പെട്ടാൽ മാത്രമേ നീ തിരുത്തുള്ളൂ എന്നുള്ളതായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ അടി പേടിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. രേവതി പറഞ്ഞത് കേട്ടുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് അടുത്തേക്ക് ചെല്ലുന്നത്. ആഹാ, ഇത് നല്ല കഥയാണല്ലോ. ഇവൻ തിരുത്താൻ വേണ്ടിയിട്ട് എന്റെ വാരി അടി വാങ്ങണോ? എന്നിട്ട് അത് കണ്ടിട്ട് ഞാൻ ചുമ്മാതിരിക്കണം? സച്ചിയേട്ടാ, ശരത്ത് ഇനി ആന്റണിയുമായിട്ടുള്ള ഒരു ബന്ധത്തിനും പോയില്ല എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി രേവതി സച്ചിയുടെ അടുത്ത് പറയണേ. അതെല്ലാം ഞാൻ അവിടെ നിന്ന് കേട്ടു, പോവാണ്ടിരുന്ന സന്തോഷം. എന്തായാലും രേവതി, ഇതിനകത്ത് ജ്യൂസ് ഉണ്ട്, രണ്ടുപേരും കുടിക്കുമെന്ന് പറയണ്ടേ അമ്മയുടെ അടുത്ത്. അയ്യോ സച്ചി, എനിക്കിതൊന്നും വേണ്ട എന്നില്ല അമ്മേ. ഈ കാര്യം അറിഞ്ഞിട്ട് അമ്മയാണ് ഭയങ്കരമായിട്ട് ടെൻഷനായത്. എന്തായാലും അമ്മയുടെ BP കുറഞ്ഞിട്ടുണ്ടാകും. വേഗം രണ്ടുപേരും ഇത് കുടിച്ചേക്ക്. ദേവു രണ്ടുപേർക്കും ഇത് ഒഴിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് ദേവുവിന്റെ കയ്യിലേക്കാണ് ജ്യൂസ് കൊടുക്കുന്നത്. സച്ചി മരുന്ന് മേടിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് ശരത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും വീട്ടിലെത്തിയതിനു ശേഷമാണ് കാണിക്കുന്നത്. ശ്രദ്ധിച്ച് കയറിവാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് സച്ചി കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇല്ല സച്ചിയേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ഉള്ളിലേക്ക് കയറി വരുവാണ്. അത് കണ്ടോടെ തന്നെ നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഇതെന്താ രേവതി മോക്ക് പറ്റിയെന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. ഇല്ല അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ ടെൻഷൻ ആവല്ലേ എന്ന് രേവതി പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ കെട്ടൊക്കെ ഇട്ടിരിക്കുന്നത്? എന്താ സച്ചി നീ അവളെ അടിച്ചോന്ന് ചോദിക്കാണേ. അച്ഛൻ ഞാൻ എന്തിനാ അവളെ അടിക്കുന്നത്? പേടിക്കാൻ മാത്രം ഒന്നുമില്ല, ഞാന് ആന്റണിയുടെ അടുത്ത് പോയിട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ രേവതി തുടങ്ങുമ്പോഴേക്കും ഇടയ്ക്കേറി സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇവള് പലിശ കൊടുത്തിട്ട് തിരികെ വരുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണു പോയതാണ്. ഒരു ബൈക്കുകാരൻ ഓവർടേക്ക് ചെയ്ത് പോയതാണ്. അത് അറിഞ്ഞില്ല, അങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞ് വീണതാണ്. വീണപ്പോ തല ചെരിഞ്ഞിട്ട് കല്ലയിൽ അടിച്ചു എന്നുള്ള കാര്യം പറയാണേ. നോക്കിയിട്ട് വേണ്ടേ മോളെ പോവാനെന്ന് ചോദിക്കുമ്പോ ഇതുകൊണ്ടാ പറയുന്നത് ഭർത്താവിന്റെ സംസാരം കേൾക്കണം എന്നുള്ള കാര്യം. അല്ലെങ്കിലും എല്ലാത്തിനും കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ രേവതി ഇങ്ങനെ കുത്തി കുത്തി പറയുന്നുണ്ട്. ഈ സമയത്താണ് അവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവള് തന്നെ തലയ്ക്ക് കെട്ടിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്ര എവിടുന്നോ ഓടി പാഞ്ഞു വരുന്നുണ്ട്. എന്താ ഇവിടെ സൗണ്ട് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അപ്പോഴാണ് രേവതിയുടെ തലയിൽ കെട്ട് കാണുന്നത്. ഇതെന്താണ് തലയിൽ കെട്ടൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നത്? അവള് വണ്ടിയിൽ നിന്ന് വീണതാന്ന് രവി പറയുമ്പോ വണ്ടിയിൽ പോകുന്ന സമയത്ത് നിനക്ക് നോക്കി പോകാൻ വേണ്ടിട്ട് അറിയില്ല, നിന്റെ കണ്ണ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. കണ്ണ് മുഖത്തല്ലാണ്ട് പിന്നെ എവിടെ വെക്കാനാണെന്ന് സച്ചി. വണ്ടിയിൽ പോകുന്ന സമയത്ത് നേരെ നോക്കി ഓടിക്കണം, വാതോരാതെ സംസാരിക്കാൻ അറിയാലോ. വണ്ടി ശരിക്കും ഓടിക്കാൻ വേണ്ടിട്ട് നിനക്ക് അറിയില്ലേ? എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും കാശ് സമ്പാദിക്കുന്ന കാര്യത്തെ കുറിച്ച് മാത്രമല്ലേ ചിന്തയുള്ളൂ. വീട്ടില് ഒതുങ്ങിയിരുന്നായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ചന്ദ്രേ, നിനക്ക് ഇപ്പോഴെങ്കിലും ഒന്നും മിണ്ടാതിരുന്നൂടെ എന്നുള്ള കാര്യമാണ് രവി ചന്ദ്രയുടെ സംസാരം കേൾക്കുമ്പോൾ ചോദിക്കുന്നത്. ഞാനേ അവളെടുത്ത് നോക്കിയും കണ്ടൊക്കെ പോണ്ടെന്നുള്ള കാര്യം പറഞ്ഞതാണ്. തലയ്ക്ക് വലിയ മുറിവുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ചന്ദ്ര. ചന്ദ്രയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സച്ചിയും അതുപോലെ രേവതിയും. കാരണം ചന്ദ്രമതിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ സ്നേഹത്തിലൊരു ചോദ്യം അതാരും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ. ഇല്ല അമ്മേ, 2 ദിവസം കൊണ്ട് മാറുന്നാണ് ഡോക്ടർ പറഞ്ഞത്. ശരി, അപ്പോ 2 ദിവസത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ? കണ്ടില്ല അച്ഛാ, എപ്പോഴും അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ ചിന്തയുള്ളൂ. എടാ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അതിന് അവൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം എന്ന് നിർബന്ധമാണോ ചന്ദ്രയെന്ന്? ഇവിടെ വേറെയും 2 മരുമക്കളുണ്ടല്ലോ, അവർക്കൊക്കെ ഇവിടെ എന്താ പണി? ഇല്ല അച്ഛാ, കുഴപ്പമില്ല അച്ഛാ, മരുന്ന് കുടിച്ചതിന് ശേഷം എനിക്ക് വേദനയൊക്കെ നല്ല കുറവുണ്ട്, ഞാൻ തന്നെ പോയി ഭക്ഷണം ഉണ്ടാക്കിക്കോളാം. എന്നാ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വേണ്ട വേണ്ട, ഞാൻ തന്നെ പോയിട്ട് ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ചന്ദ്രയുടെ ആ പോക്ക് കാണുമ്പോ സച്ചിയും രേവതിയും അതുപോലെ രവി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അച്ഛ, അമ്മ തന്നെയാണോ ഈ പറഞ്ഞിട്ട് പോകുന്നത്? എപ്പം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഭക്ഷണം തിന്ന ഈ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം പറയുന്ന ആള് അമ്മ തന്നെ പോയിട്ട് ഉണ്ടാക്കിക്കോളാം എന്നുള്ള കാര്യം പറഞ്ഞു. എടാ, അവള് എപ്പ എന്ത് പറയുന്നുള്ള കാര്യം ആർക്കാ അറിയുന്നത്? എന്തായാലും ഇന്നൊരു ദിവസമെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നടക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. രണ്ടുപേർക്ക് നന്നായിട്ട് കണ്ണു പറ്റിയിട്ടുണ്ട്. ബെസ്റ്റ് ജോഡി അവാർഡ് കിട്ടി. അത് കഴിഞ്ഞ് പുതിയ കാറൊക്കെ മേടിച്ചില്ലേ, അതെല്ലാം കൂടി എന്തായാലും കണ്ണു പറ്റിയിട്ടുണ്ടാവും. അത് ശരിയാണ് അച്ഛാ, ഇവിടുത്തെ ഓടിപ്പോയവനുണ്ടല്ലോ അവന്റെ കണ്ണായിരിക്കും പെട്ടിട്ടുണ്ടാവുക, കാരണം അവന് 4 കണ്ണാണല്ലോ. ശരി ശരി, എന്തായാലും രേവതി ഇനി പോയിട്ട് റെസ്റ്റ് എടുക്കുമെന്ന് രവി പറയുന്നുണ്ട്. അല്ല അച്ഛാ, അച്ഛൻ ഈ സമയത്ത് ഉറങ്ങുന്നതല്ലേ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ കുറച്ചു നേരം TV കണ്ടിട്ട് ഈ സോഫയിലൊന്ന് മയങ്ങിക്കോളാം. അച്ഛൻ പറഞ്ഞത് കേട്ടില്ല രേവതി, നീ പോയിട്ട് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചി റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. തുടർന്ന് രാത്രിയിൽ നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. രേവതിക്ക് വിശക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മരുന്നെല്ലാം കഴിക്കേണ്ടതല്ലേ, കുറച്ചെങ്കിലും കുടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് കുടിപ്പിക്കുകയാണ്. കുടിക്കുന്നതിന്റെ ഇടയ്ക്ക് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വേദനയുണ്ടോ എന്നുള്ള കാര്യം. ഇല്ല. ആദ്യം നീ എന്തിനാണ് അവനെയൊക്കെ കാണാൻ വേണ്ടി പോയെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. ശരത്ത്, അവൻ കാരണം ചീത്ത വഴി പോവരുതെന്ന് വിചാരിച്ചിട്ട് അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയത്. ഇത്രയും നാളെ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ അങ്ങനെയൊന്നും തോന്നിയില്ലായിരുന്നോ? ശരത്ത്, ചീത്ത ശീലങ്ങളൊക്കെ ആരംഭിച്ചു സച്ചേട്ടാ, അതുകൊണ്ട് അങ്ങനെ വിട്ടുകളയരുതെന്ന് വിചാരിച്ചിട്ടാണ്. അതെന്തായാലും നല്ല കാര്യം. നിന്റെ അനിയൻ ശരിയാവാൻ വേണ്ടിയിട്ട് നിന്റെ രക്തം പോയി. ഇപ്പോഴെങ്കിലും നിന്റെ അനിയന് കാര്യം മനസ്സിലായോ?
അവൻ ആന്റണിയുമായിട്ട് അടിയുണ്ടാക്കിയിട്ടാ പോകുന്നതെന്നുള്ള കാര്യം അവൻ തന്നെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞപ്പോഴേ അവൻ തിരുത്തിയായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തുമായിരുന്നു. അവൻ നല്ലവനാണെന്നുള്ള കാര്യം ശരത്ത് തെറ്റിദ്ധരിച്ചു പോയതാണ്. അല്ലെങ്കിലും അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് അത് കേൾക്കണമായിരുന്നു എന്ന് സച്ചി. അത് മറ്റുള്ളവർക്ക് മാത്രം മതിയോ? ഞാൻ അഡ്വൈസ് ചെയ്തപ്പോ സച്ചിയേട്ടൻ കേട്ടില്ലല്ലോ. മഹേഷിന്റെ കാര്യത്തെ കുറിച്ചല്ലേ നീ പറഞ്ഞു വരുന്നത്? അത് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതായിരുന്നു. പക്ഷേ ചിന്തിച്ചു നോക്കിയപ്പോ നീ പറഞ്ഞതുപോലെ ചെയ്യണമായിരുന്നു. അവൻ ചെയ്യുന്നതെല്ലാം പാഴ്ചെലവാണെന്നുള്ള കാര്യം എനിക്കും അറിയായിരുന്നു. പക്ഷേ നമുക്ക് അധികമായിട്ടുള്ള സ്നേഹവും കരുതലും നമ്മുടെ കണ്ണ് മൂടുന്നുള്ള കാര്യം എനിക്കും അറിയാം സച്ചിയേട്ടൻ. രേവതി അങ്ങനെയൊന്നുമില്ല. പക്ഷേ മഹേഷ് പറഞ്ഞില്ലേ അവന്റെ അച്ഛന് വേണ്ടിയിട്ടാണെന്ന്. അതിനെക്കുറിച്ച് എനിക്കും അറിയാം സച്ചേട്ടാ. അച്ഛൻ എന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ സച്ചേട്ടന്റെ മനസ്സ് അലിഞ്ഞു പോകുന്നു. അച്ഛനോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് സച്ചേട്ടൻ ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യം എനിക്കറിയാം. അത് മാത്രമല്ല രേവതി, ചെറുപ്പം മുതലേ എന്റെ കഷ്ടപ്പാടിലും എല്ലാത്തിലും എന്റെ കൂടെ ഉണ്ടായിരുന്നത് അച്ഛൻ മാത്രമായിരുന്നു. പിന്നെ അവനൊരു ആവശ്യം എന്നുള്ള കാര്യം വരുന്ന സമയത്ത് നമ്മൾ അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നത്? സച്ചേട്ടാ, എനിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറയില്ല. ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാം, പക്ഷെ അനാവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ല. ഞാനും അവന്റെ അടുത്ത് ആദ്യം ഒരു ഫ്രണ്ട് എന്ന നിലയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ അവനും നാണം കെടില്ലായിരുന്നു. ശരി, അതൊക്കെ വിട്ടേക്ക് സച്ചേട്ടാ. ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും, ചില കാര്യങ്ങൾ നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാകുള്ളൂ. അത് രേവതി, നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഇപ്പൊ തന്നെ നിന്റെ അനിയനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചത് കൊണ്ട് മാത്രമാണല്ലോ ആ ആന്റണിയെ കുറിച്ചിട്ട് മനസ്സിലാക്കിയത്. സച്ചേട്ടന് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. എന്റെ അടുത്ത് പറയാതെ ആ ആന്റണിയെ കാണാൻ വേണ്ടി പോയതിന്റെ പേരിൽ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ തലയിൽ നിന്നും രക്തം വന്നത് കണ്ടതോട് കൂടിയിട്ട് എന്റെ ജീവൻ തന്നെ ഇല്ലാതായതുപോലെ എനിക്ക് തോന്നിയത്. ഇനി രേവതി, നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്കിടയിൽ അടി വരും പോകും. പക്ഷേ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, എനിക്ക് അതൊരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. സച്ചിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് രേവതിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ആ കണ്ണിലെ നീരെല്ലാം തുടച്ചു കൊടുത്ത് രേവതിക്ക് വീണ്ടും ഭക്ഷണം കൊടുക്കുവാണ് സച്ചി. സച്ചി തന്നെ രേവതിക്ക് മരുന്നെല്ലാം എടുത്തു കൊടുത്ത് രണ്ടുപേരും ഇങ്ങനെ സന്തോഷമായിട്ട് സംസാരിച്ചിങ്ങനെ ഇരിക്കുവാണ്.